ദഹനകാലം 7-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശതാധിപന്റെ ഭൃത്യന് സൗഖ്യം. മത്തായി 5, 6, 7 അധ്യായങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ജീവിതക്രമങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. 8, 9 അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോൾ നാം അവിടെ കാണുന്ന 10 അത്ഭുതങ്ങൾ ദൈവരാജ്യത്തിന്റെ ആഗമനം, സാന്നിധ്യം വെളിവാക്കപ്പെടുന്നതാണ്. റോമൻ അധിനിവേശത്തിൻ കീഴിലായിരുന്ന ആ കാലഘട്ടത്തിൽ 100 പട്ടാളക്കാരുടെ ഒരു റെജിമെന്റിന്റെ അധിപൻ എന്ന വലിയ അധികാരമുള്ളവനായിരുന്നു ആ ശതാധിപൻ. അവൻ യേശുവിനെ സമീപിക്കുന്നത് തനിക്കു വേണ്ടിയോ തന്റെ കുടുംബാംഗങ്ങൾക്കു വേണ്ടിയോ അല്ല, തന്റെ വീട്ടിൽ തളർവാത രോഗം ബാധിച്ച് കിടപ്പിലായ ഒരു ഭൃത്യനു വേണ്ടിയാണ്. എത്ര കരുണയും ഹൃദയവിശാലതയുമുള്ള ഒരു അധികാരിയാണയാൾ! ജോലിയിൽ താഴ്ന്നതും ഉയർന്നതുമില്ല. ഒരു ശരീരത്തിലെ അവയവമെന്ന പോലെ ഓരോ ജോലിക്കും ദൈവത്തിന്റെ കണ്ണിൽ മഹോന്നത സ്ഥാനമുണ്ട്. വേലകളും സ്ഥാനങ്ങളും ദൈവപ്രേരിതമാണ്. ആ തിരിച്ചറിവുള്ളതുകൊണ്ടാണ് തന്റെ കീഴിലുള്ള ഒരു ഭൃത്യനു വേണ്ടി തന്റെ റെജിമെന്റിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ വിടാതെ അവൻ തന്നെ നേരിട്ട് വന്ന് ഒരു യാചകനെ പോലെ കൈനീട്ടി നിൽക്കുന്നത്. ഇത്തരം മനസ്ഥിതിയുള്ളവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന പാഠം നാം ഇവിടെ കാണുന്നു. പാരമ്പര്യ വിശ്വാസികളായ നമ്മിൽ പലരും പ്രാർത്ഥനയും യാചനകളുമൊക്കെ മറ്റുള്ളവരെ ഭരമേൽപ്പിച്ചിട്ട് സ്വന്തം കാര്യങ്ങളും തൊഴിലുകളുമായി ജീവിക്കുന്നവരല്ലേ. ശതാധിപൻ ഒരു വിജാതീയനായിരുന്നു. പക്ഷേ അവന്റെ വിശ്വാസം സ്വജാതീയനേക്കാൾ ആഴമുള്ളതായിരുന്നു. നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിൽ നമ്മേക്കാൾ കൂടുതൽ അന്യമതസ്ഥർ അനുഗ്രഹങ്ങൾ വാങ്ങിപ്പോകുന്ന നിത്യകാഴ്ചകളുടെ പൊരുൾ ശതാധിപന്റെ ഈ വിശ്വാസത്തിൽ നാം കാണുന്നു. വെറും മാമോദീസ വിശ്വാസം ദൈവസന്നിധിയിൽ അത്രയേറെ സ്വീകാര്യമാകണമെന്നില്ല. അവന്റെ അഭ്യർത്ഥന മാനിച്ച് വീട്ടിലേക്ക് വരാമെന്ന് യേശു സമ്മതിക്കുമ്പോൾ, "നീ എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എന്റെ ഭൃത്യൻ സുഖം പ്രാപിച്ചുകൊള്ളും" എന്ന വചനം എത്ര ശക്തിയുള്ളതാണെന്ന് നോക്കുക. ഇതിനേക്കാൾ വലിയ എളിമ എവിടെ കണ്ടെത്താൻ കഴിയും? എല്ലാ സൽഗുണങ്ങളും തുന്നിച്ചേർത്തി ഉണ്ടാക്കുന്ന ഒന്നാണ് എളിമ എന്ന പുണ്യം. ദൈവം വസിക്കേണ്ട ഇടവും മനുഷ്യൻ വസിക്കേണ്ട ഇടവും തമ്മിൽ അജഗതാന്തര വ്യത്യാസമുണ്ടെന്ന ബോധ്യമാണ് ശതാധിപൻ പ്രഖ്യാപിക്കുന്നത്. ഈ തിരിച്ചറിവുള്ളതുകൊണ്ടാണല്ലോ യഹൂദർക്ക് ആരാധിക്കാനുള്ള ഒരു സിനഗോഗ് പണിതു കൊടുക്കാനുള്ള നല്ല മനസ്സ് ആ മനുഷ്യനുണ്ടായത്. ദൈവം യഥാർത്ഥത്തിൽ വസിക്കേണ്ട ഇടം മനുഷ്യഹൃദയങ്ങളാണ്. നമ്മുടെ ഹൃദയങ്ങൾ അവന് കടന്നുവരാൻ തക്ക യോഗ്യതയുള്ളതാണോ? ഓരോ ദിവസവും അപ്പത്തിന്റെ രൂപത്തിൽ അവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ വിശുദ്ധി നഷ്ടപ്പെടുത്തി അപമാനിതമായ അവസ്ഥയിലാണോ അവനെ നാം സ്വീകരിക്കാറുള്ളത്? അതുകൊണ്ടാണ് അയോഗ്യതയോടെ അവനെ സ്വീകരിക്കുന്നവർ തങ്ങളുടെ തന്നെ ശിക്ഷാവിധിയാണ് സ്വീകരിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പറയുന്നത്. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി അനുരഞ്ജനപ്പെട്ട് തിരികെ വന്ന് ബലിയർപ്പിക്കാനാണ് യേശു ആവശ്യപ്പെട്ടിരിക്കുന്നത്. "നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി" എന്ന ശതാധിപന്റെ വലിയ വിശ്വാസ പ്രഖ്യാപനം ലോകത്തിന്റെ മുമ്പിൽ അതെന്നും മുഴങ്ങി കേൾക്കപ്പെടുമെന്ന മറുപ്രഖ്യാപനമാണ് യേശു ഉച്ചരിക്കുന്നത്. ഇതുപോലെയുള്ള വിശ്വാസം ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. വിജാതീയ ദേശങ്ങളായ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ളവർ നിത്യകിരീടം തട്ടിയെടുക്കുമ്പോൾ സ്വജാതിയർ വിലാപവും കല്ലുകടിയുമുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമത്രേ. അടിയുറച്ച വിശ്വാസത്തിന് "നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ" എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് അനുഗ്രഹിച്ച് വിടുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ അന്ത്യത്തിൽ നാം കാണുക. വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവരാജ്യ പ്രഘോഷണം ആരംഭിച്ച യേശു ദൈവവിശ്വാസത്തിന് നൽകുന്ന പാരിതോഷികമാണ് രോഗസൗഖ്യം. മലയെപ്പോലും മാറ്റിമറിക്കാൻ ഒരു കടുകുമണിയോളം വിശ്വാസം മതി എന്നിടത്ത് ഭൂമിയോളം താഴുന്ന ശതാധിപന്റെ വിശ്വാസത്തിന് മുമ്പിൽ കീഴടങ്ങുന്ന ദൈവകൃപ തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. ശതാധിപനായ ഈ വിജാതീയ വിശ്വാസി നമ്മുടെ വിശ്വാസ ജീവിതത്തിന് മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ.